നമസ്കാരം. കൊടകരിയത്തിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൊടകരയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രാദേശിക വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു പരിപാടിക്ക് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രാദേശിക വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ എളിയ ശ്രമത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ പിന്തുണയും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകളിലേക്ക്. ഗാലറിയിൽ തെളിഞ്ഞ കാനറിപ്പട. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് കൊടകരയിലെ ഒരു കൂട്ടം ബ്രസീൽ ആരാധകർ ചേർന്ന് കൊടകര സ്കൂൾ സ്റ്റേഡിയത്തിന്റെ ഗാലറിക്ക് ബ്രസീൽ പതാകയുടെ നിറം നൽകുന്ന മനോഹരമായ ചിത്രം മനോരമയുടെ പ്രാദേശിക പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. UDF ഭരിക്കുന്ന പുതുക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗം ജോളി ചുക്കിരി ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. പുതുക്കാട് ജംഗ്ഷനിലെ 3 നില കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ പരസ്യബോർഡ് നീക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് മെമ്പർ യോഗം ബഹിഷ്കരിച്ചതെന്ന് വാർത്തയിൽ പറയുന്നു. താഴേക്കാട് കുരിശുപള്ളിയിൽ ഞായറാഴ്ച ആഘോഷിക്കുന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറിയ വാർത്തയും ചിത്രവും ഇന്നത്തെ മാതൃഭൂമി പ്രാദേശിക പേജിലുണ്ട്. ആളൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കാതറിൻ പോളിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ആളൂരിൽ ചേർന്ന അനുശോചന യോഗത്തിന്റെ വാർത്തയും മാതൃഭൂമിയിൽ വായിക്കാം. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറപ്പൂക്കരയിൽ നടപ്പാക്കുന്ന ഹരിതവസന്തം പദ്ധതിയുടെ ഉദ്ഘാടന വാർത്ത ദേശാഭിമാനി പ്രാദേശിക പേജിൽ ചിത്രം സഹിതം നൽകിയിട്ടുണ്ട്. കൊടകര സ്വദേശിയായിരുന്ന അന്തരിച്ച പ്രശസ്ത തിമിലപ്രമാണി അന്നമനട പരമേശ്വര മാരാരെ അനുസ്മരിച്ച് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന 1792 അക്ഷരകാല പഞ്ചവാദ്യധാരയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടും ദേശാഭിമാനിയിലുണ്ട്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശി ഷാർജയിൽ കുഴഞ്ഞുവീണ് മരിച്ച വാർത്ത ദേശാഭിമാനി ചരമ പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അന്തരിച്ച ആളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കാതറിൻ പോളിനെ കുറിച്ച് രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും കാതറിൻ പകർന്നു നൽകിയ കരുത്ത് എന്ന തലക്കെട്ടിൽ വിശദമായൊരു ജീവിതരേഖ 3 കോളത്തിൽ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ദാസിന് മറ്റത്തൂർ പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന വെള്ളിക്കുളങ്ങര സ്വദേശിയും പഞ്ചഗുസ്തി ചാമ്പ്യനുമായ പോൾദാസ് കിഴക്കേ പീടികയ്ക്ക് മറ്റത്തൂർ പഞ്ചായത്ത് ധനസഹായം നൽകി. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്ന് സമാഹരിച്ച തുകയാണ് പോയി മെഡലുമായി മടങ്ങിവരൂ എന്ന് ആശംസിച്ചുകൊണ്ട് യാത്രാചെലവായി സമ്മാനിച്ചത്. പൊതുസംവാദം ഇന്ന്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ഇന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്ന കീഴാള നവോത്ഥാന നായകർ എന്ന വിഷയത്തിലുള്ള പൊതുസംവാദത്തിന്റെ വാർത്തയും മാധ്യമം പ്രാദേശിക പേജിലുണ്ട്. 3 മുറി 9 സ്വദേശി തോമസിന്റെ വിയോഗ വാർത്ത ദീപികയുടെ ചരമ പേജിൽ നൽകിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ കൊടകരിയം പത്രവിശേഷം സമാപിക്കുകയാണ്. കൂടുതൽ പ്രാദേശിക പത്രവാർത്തകളുമായി നാളെ രാവിലെ ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.